നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തി. നമ്മൾ പ്രധാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട ഒരു വിഷയം ഈ ത്രികോണ മത്സരം നടക്കുന്ന വളരെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നിയോജകമണ്ഡലത്തെക്കുറിച്ചാണ്. ഏറ്റവും ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന ഒരു സ്ഥലം. ഇപ്പം നമ്മൾ നേമം എന്നൊക്കെ പറയുമെങ്കിലും അവിടെയൊന്നും അങ്ങനെ ത്രികോണ മത്സരം പേര് പരാമർശിക്കാറില്ല. പക്ഷേ കാട്ടാക്കടയിലാണ്. നേമത്തൊക്കെ സത്യം പറഞ്ഞാൽ രണ്ടുപേരും തമ്മിലുള്ള മത്സരമായിരിക്കും. മൂന്നാമത്തെ കക്ഷി എത്ര വോട്ട് പിടിക്കുന്നു, അല്ലെങ്കിൽ കഴക്കൂട്ടത്തായാലും ഒരുപക്ഷെ വട്ടിയൂർക്കാവിൽ കുറച്ചും കൂടെ നല്ലൊരു ഫൈറ്റ് ത്രികോണ മത്സരം നടന്നേക്കാം. പക്ഷേ ഏറ്റവും വലിയ ത്രികോണ മത്സരം നടക്കുന്നത് കാട്ടാക്കടയായിരിക്കും. കാട്ടാക്കട എന്ന് പറയുന്ന മണ്ഡലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലുപരി അവിടെ നിൽക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾ മൂന്ന് തരം സ്ഥാനാർത്ഥികളാണ്. പക്ഷേ മൂന്നുപേരും അതിശക്തരാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നീട് കാട്ടാക്കടയ്ക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ചിറയൻകീഴ് മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഭാഗമായ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ നരേന്ദ്രമോദി പ്രചരണത്തിന് വന്നിരുന്നു. നരേന്ദ്രമോദിയുടെ പ്രചരണം അവിടെ ആളുകൾ കാത്തു നിൽക്കുന്നു. CPM-ൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് വരെ നരേന്ദ്രമോദിയെ കൈ കാണിക്കുന്ന വിഷ്വൽസ് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അപ്പോൾ ആ കാട്ടാക്കടയിലുള്ള മോദി തരംഗത്തിൻ്റെ പ്രഭാവം നമുക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ അവസാന ഫലം വന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ വി മുരളീധരനാണ് ലീഡ് ചെയ്തത്. ഒന്നാം സ്ഥാനത്തെത്തി ആ നിയമസഭാ മണ്ഡലത്തിൽ. അതും ഏതാണ്ട് 10,000-അടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷം ലീഡ് കാട്ടാക്കട പോലൊരു മണ്ഡലത്തിൽ വി മുരളീധരൻ നേടി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് താമസിക്കുന്നത് മാത്രമല്ല, കാട്ടാക്കട മണ്ഡലത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ പഠിച്ചാൽ കാട്ടാക്കട മണ്ഡലം എന്ന് പറഞ്ഞാൽ പഴയ നേമം മണ്ഡലത്തിൽ. അതാണ് എനിക്ക് അറിയേണ്ടത്. ഈ കാട്ടാക്കട താരതമ്യേന പുതിയൊരു മണ്ഡലമാണ്. പഴയ മണ്ഡലങ്ങളുടെ ഭാഗമാണ്. മാറനല്ലൂർ നേമത്തു നിന്നാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. മാറനല്ലൂർ എന്നൊക്കെ പറയുന്ന പള്ളിച്ചല് കഴിഞ്ഞുള്ള ഭാഗമാണ് ഇത് കൂട്ടി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ മലയൻകീഴ്, വിളപ്പിൽശാല, ഈ മേഖലകളിൽ BJPക്ക് വളരെ സ്വാധീനം ഉള്ള മേഖലയാണ്. അപ്പം പണ്ട് തന്നെ നിയമത്തിൻ്റെ ഭയങ്കര നല്ല സ്വാധീനമുള്ള മണ്ഡലം അങ്ങനെയാണ് കാട്ടാക്കട ഉണ്ടാകുന്നത്. കാട്ടാക്കട എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെയും പഴയ ആര്യനാടിൻ്റെ ഒരു മിക്സപ്പാണ്. ആര്യനാടിൻ്റെ ഭാഗമായിരുന്നു ഈ കാട്ടാക്കട പഞ്ചായത്ത്. ഈ ആര്യനാടിൻ്റെ ഭാഗമായിരുന്ന കാട്ടാക്കട പഞ്ചായത്തിനെ മാത്രം എടുത്തിട്ട് മറ്റ് മണ്ഡലങ്ങൾ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു മണ്ഡലമാണ്. അപ്പോൾ ഈ നിയമ മണ്ഡലത്തിൽ പണ്ട് തന്നെ RSSന് നല്ല സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ BJPക്ക് കുറച്ച് സ്വാധീനമുള്ള സ്ഥലമാണ്. അതിലേക്ക് CPM-ൻ്റെ ചില ശക്തി കേന്ദ്രങ്ങൾ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു മണ്ഡലമാണ് കാട്ടാക്കട എന്ന് പറയുന്ന കാട്ടാക്കട. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടാർ വോട്ടുകൾ, നാടാർ നായർ വോട്ടുകൾ ഒരു വലിയ, ഈ രണ്ട് സമുദായങ്ങൾക്കിടയിൽ നമുക്കറിയാം, നമ്മളിനി നിഷേധിക്കേണ്ട കാര്യമല്ല, അവർ തമ്മിൽ ഒരു ചെറിയൊരു വാശി അല്ലെങ്കിൽ സ്പർദ്ധ പല കാര്യങ്ങൾക്കും ആ മേഖലയിലുണ്ട്. അങ്ങനെ ഒരു സ്പർദ്ധയുള്ള ഒരു സ്ഥലമാണ് കാട്ടാക്കട. ഇവിടെ ശക്തനായിരുന്നു, നിയമത്തുനിന്ന് ശക്തനായിരുന്നു, മണ്ഡലം മുന്നിൽ നിന്ന് ശക്തനായിരുന്നു ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ശക്തൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു കാട്ടാക്കട. പക്ഷെ പെട്ടെന്നാണ് അവിടെ IV സതീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ വലിയ സ്വാധീനം ഉള്ള ആ മേഖലയിൽ നിന്ന് തന്നെ പഠിച്ച് അവിടുന്ന് തന്നെ സമരം ചെയ്ത് അങ്ങനെ SFIയിലൂടെ എത്തിയ IV സതീഷിനെ CPM സ്ഥാനാർത്ഥിയാക്കുന്ന ആ സമയത്ത് അതിശക്തമായ മത്സരത്തിൽ വളരെ നാമമാത്രമായ വോട്ടുകൾക്കാണ് IV സതീഷ് കാട്ടാക്കട ആദ്യ തവണ ജയിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ തവണ ആയപ്പോൾ ഇതിൻ്റെ സ്വഭാവം അങ്ങ് മാറി. സ്വഭാവം മാറിയെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഭൂരിപക്ഷം കുതിച്ചുയർന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ തുടക്കം മുതൽ തന്നെ ഈ നിയമത്തിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് കാട്ടാക്കട ഉണ്ടാകുമ്പോൾ തന്നെ BJPക്കും കാട്ടാക്കടയുടെ കരുത്തറിയാം. അതുകൊണ്ട് തന്നെ PK കൃഷ്ണദാസാണ്. PK കൃഷ്ണദാസ് എന്ന് പറഞ്ഞാൽ BJPയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു, BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്, BJPയിൽ സ്വന്തമായ അണികളുള്ള സ്വന്തമായ ഗ്രൂപ്പുള്ള ഒരു നേതാവാണ് PK കൃഷ്ണദാസ്. അപ്പോൾ PK കൃഷ്ണദാസ് ആദ്യം തന്നെ ഈ മണ്ഡലത്തിൻ്റെ സാധ്യത മനസ്സിലാക്കുകയും 2011 മുതൽ അദ്ദേഹമാണ് ഇവിടെ മത്സരിക്കുന്നത്. 2011 അദ്ദേഹം ആദ്യം മത്സരിക്കുമ്പോൾ പലരും അദ്ദേഹത്തിനൊരു കുറച്ച് വോട്ടുകൾ, ഒരു 10,000 വോട്ട് കിട്ടും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പുള്ളി ആദ്യത്തെ വരവിൽ തന്നെ 25,000-ലേറെ വോട്ടുകൾ പുള്ളി നേടി. അവിടെ BJPയുടെ ഒരു മണ്ഡലമാണെന്ന് എല്ലാവരെയും അറിയിച്ചു. വീടെടുത്ത് താമസം, പുള്ളിയുടെ ഒരു പ്രവർത്തന രീതി എല്ലാം പുള്ളി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും പുള്ളി വോട്ട് കൂട്ടി. പക്ഷേ അതിനനുസരിച്ച് ഈ IV സതീഷിൻ്റെ രണ്ടാമത്തെ വലിയ വിജയത്തിനിടയിൽ പുള്ളിക്ക് അത്രയും വോട്ട് ഉയർത്താൻ പറ്റിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ആ കാട്ടാക്കട നിൽക്കുമ്പോഴാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയും ഈ വി മുരളീധരൻ്റെ ഒരു ഇത്രയും വലിയ ലീഡ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ്. UDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ശക്തനാണ് ജയിച്ചിരുന്നത്. അപ്പം അത് ശക്തൻ ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ നാടാർ വോട്ടുകളുടെ ഒരു ഏകീകരണത്തിലൂടെ തന്നെയാണ് ശക്തൻ ജയിച്ചിരുന്നത്. പക്ഷേ ശക്തൻ വളരെ
1000-ൽ താഴെ വോട്ടുകൾക്കാണ് തോക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ ഇവർ യുവാക്കൾ അല്ലെങ്കിൽ പുതിയ മുഖങ്ങൾ വരണമെന്ന ഒരു കൺസെപ്റ്റിൽ ശക്തനെ അങ്ങ് മാറ്റി നിർത്തി. ശക്തൻ കഴിഞ്ഞ തവണ മാറി നിന്നിട്ട് പകരം വന്നത് മലയൻകീഴുകാരനായ ഒരു കോൺഗ്രസ് നേതാവ്, അവിടുത്തെ ഒരു അറിയപ്പെടുന്ന നേതാവ് തന്നെ. പക്ഷേ ആ പുള്ളി ഒരിക്കലും IB സതീശന് വെല്ലുവിളി ഉയർത്താൻ പറ്റിയില്ല. അപ്പം അവിടെ നിന്ന് കോൺഗ്രസിന് ഒരു തിരിച്ചറിവുണ്ടാവുന്നു, ഈ നാടാർ വോട്ട് ബാങ്കിൻ്റെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിയുന്നു. ഒരുപക്ഷെ ശക്തനെ ആ മണ്ഡലത്തിലേക്ക് വളരെ സജീവമായി പരിഗണിച്ചിരുന്നു. പക്ഷേ ശക്തൻ നെയ്യാറ്റിങ്കര പോകാനാണ് കൂടുതൽ ആദ്യമേ താല്പര്യപ്പെട്ടത്. പുള്ളി നെയ്യാറ്റിങ്കരയാണ് സ്ഥാനാർത്ഥി. പകരം ശക്തൻ്റെ അടുത്ത അനുയായിയും കാട്ടാക്കട മണ്ഡലത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു നാടാർ യുവ നേതാവിന് ബൈജുവിന്. ഈ ബൈജു എന്ന് പറഞ്ഞാൽ കാട്ടാക്കട മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കല്യാണം വീട്ടിൽ എവിടെ പോയാലും എൻ്റെ കുടുംബപരമായ എൻ്റെ പേരുകൾ കാട്ടാക്കട ആയതുകൊണ്ട് തന്നെ ഞാനവിടെ ഏത് കല്യാണത്തിന് പോയാലും ഈ ബൈജു ഇല്ലാതെ അവിടെ ഒരു പരിപാടിയില്ല. കല്യാണം മാത്രമല്ല, എന്ത് പരിപാടിക്കും അത് വന്നിട്ട് അങ്ങനെ പോയല്ല, പുള്ളി അവിടെ നിന്നിട്ട് സംഘാടകനാണ്. അപ്പോൾ പുള്ളിയുടെ വേറൊരു പ്രത്യേകത, പുള്ളി കാറിലൊന്നും അല്ല വരുന്നത്, ഒരു സ്പ്ലെൻഡർ ബൈക്കിലാണ് വരുന്നത്. ബൈക്കിനെ കുറിച്ചൊക്കെ അതെ, ബൈക്കിലാണ് വരുന്നത്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. പുള്ളി ബൈക്കിൽ വരും, അവിടെ എല്ലാവരും സംസാരിക്കും. ഇങ്ങനെ ഒരു ആളുകളടുത്ത് ജനകീയനാണെന്ന് പറഞ്ഞാൽ പുള്ളി നേരത്തെ മത്സരിച്ചിട്ടുണ്ട്. എന്നാലും എവിടെയും നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് MR ബൈജു. അപ്പം ഈ IB സതീഷ് എന്ന് പറയുന്ന സിറ്റിംഗ് MLA, സിറ്റിംഗ് MLA എന്ന് പറഞ്ഞാൽ ഞാൻ വിലയിരുത്തുന്നത് ഈ മത്സരം ജയിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിലെ ഏറ്റവും മികച്ച MLA എന്ന് പറയുന്നത് IB സതീഷാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാട്ടാക്കട എന്ന് പറയുന്ന ഗ്രാമം അല്ലെങ്കിൽ ആ മേഖല, ഈ കുടിവെള്ള ദൗർബല്യം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഭൂഗർഭ ജലത്തിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പുള്ളി MLA ആയിട്ട് പുള്ളി വച്ച ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഈ ഭൂഗർഭ ജലം ഉയർത്തുക, നിരപ്പ് ഉയർത്തുക എന്നുള്ളതാണ്. അത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഒരു MLA അങ്ങനെ ഒരു ആശയം അത് അദ്ദേഹം പ്രഖ്യാപിക്കുക. അതിനുവേണ്ടി കർമ്മപദ്ധതികൾ തയ്യാറാക്കുകയും ഒരുപാട് കിണറുകൾ കുഴിക്കുകയും ഒരുപാട് മഴക്കുഴികൾ നിർമ്മിക്കുകയും കുളങ്ങൾ നവീകരിക്കുകയും തോടുകൾ ഇതൊക്കെ ചെയ്യുകയാണ്. അല്ലാതെ മറ്റേ പലരും പ്രഖ്യാപിച്ചതുപോലെ അല്ല, പുള്ളി ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ ഭൂഗർഭ ജലനിരപ്പ് ഉയർന്നതായിട്ട് അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ പഠനത്തിലൂടെ തെളിയിക്കുകയും ചെയ്തു. അവിടെ വെള്ളത്തിൻ്റെ ദൗർബല്യം കുറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ആശയം എടുത്ത് പ്രവർത്തിച്ച ഒരു MLA ആണ് IB സതീഷ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെതായ പിന്തുണയുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിക്കുമ്പോൾ ചിലർ പറയുമായിരുന്നു, പുള്ളി കുളം ഉണ്ടാക്കുകയാണല്ലോ, അപ്പോൾ പുള്ളി റോഡൊന്നും നന്നാക്കില്ല, റോഡുകളെയും കുളമാക്കുകയാണെന്നുള്ള പരിഹാസം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നാണ് പുള്ളി. കുടിവെള്ളം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ പ്രശ്നം നിർവഹിച്ച വ്യക്തിയാണ് പുള്ളി. പക്ഷേ PK കൃഷ്ണദാസ് സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. വളരെ കരുത്തനാണ്, വളരെ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഒപ്പം MR ബൈജു, സാധാരണക്കാരനായ MR ബൈജു. അപ്പോൾ 3 ലെവലിൽ നിൽക്കുന്ന IB സതീശന് ആശയപരമായ ശക്തി, ഉടൻ തന്നെ നല്ല വിഷനുണ്ട്, ഭാവിയെക്കുറിച്ച് വിഷനുള്ള ഒരു നേതാവാണ്. PK കൃഷ്ണദാസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അമരക്കാരന്മാരിൽ ഒരാൾ. എന്നാൽ സാധാരണക്കാർക്കിടയിൽ സ്വാധീനമുണ്ടെന്ന് പറയുന്ന MR ബൈജു. അപ്പോൾ 3 വ്യത്യസ്ത തലത്തിലുള്ള സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും നിർണായകം നാടാർ വോട്ട് എവിടെ പോകുന്നുള്ളതാണ്. ഈ കൂടുതൽ നാടാർ സമുദായക്കാർ അദ്ദേഹം മാത്രമാണുള്ളത്, ബാക്കി രണ്ടുപേരും. അപ്പോൾ ഈ നാടാർ വോട്ട് എങ്ങോട്ട് പോകും, കൺസോൾട്ടേഷൻ എവിടെ വോട്ടായി മാറുമോ, അതോ ഈ നാടാർ വികാരം എന്ന് പറയുന്ന സാധനം ഒന്നായിട്ട് MR ബൈജുവിന് കിട്ടുമോ എന്നുള്ളതാണ്. അതാണ് കാട്ടാക്കടയിലെ ഏറ്റവും വലിയ. മാത്രമല്ല അവിടെ ന്യൂനപക്ഷങ്ങളുടെ വിഷയത്തിൽ ഒരു മരണം നടന്നിരുന്നു, വെള്ളപ്പിടിശാലയിലെ മരണം, മുസ്ലിം ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയം, അങ്ങനെ ചില വിഷയങ്ങളുണ്ട്. അപ്പം ഇതിൽ എന്നാലും മുസ്ലിം, ക്രിസ്ത്യാനി എന്നൊക്കെ ഉള്ള അത്തരം മതപരമായി നാടാർ സമുദായം എവിടെ നിൽക്കും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട. അവരുടെ സമുദായത്തിലുള്ള ഒരാളുണ്ടെങ്കിൽ ആളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് അവരെപ്പോഴും. എന്നാൽ നായർ സമുദായം അവിടെ ഉണ്ട്. പക്ഷേ ഈ നായർ വോട്ടുകൾ സ്പ്ലിറ്റ് ആകുമോ? കൃഷ്ണദാസ് സതീഷും IB സതീഷും ഈ രണ്ടുപേരും. പക്ഷേ IB സതീഷിൻ്റെ ഒരു ആശയ അടിത്തറ, പിന്നെ അവിടെ തന്നെയാണ് വർക്ക് ചെയ്തത്, അവിടെ തന്നെയാണ് ജനിച്ചത്, എല്ലാവരുമായിട്ടും പുള്ളിയെ എല്ലാവർക്കും അറിയാം. അങ്ങനെ അതെ, വ്യക്തിബന്ധം ഈ MR ബൈജുവിനെ പോലെ തന്നെ വ്യക്തിബന്ധം അദ്ദേഹത്തിനുണ്ട്. MR ബൈജുവിൻ്റെ ശൈലി വേറെയാണ്. അദ്ദേഹം ആദ്യമേ തന്നെ സംസ്ഥാന നേതാവായിട്ട് പഠിക്കുമ്പോൾ തന്നെ SFIയുടെ സംസ്ഥാന നേതൃത്വത്തിലായിട്ട് ഉയർത്തപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് അദ്ദേഹം കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അപ്പം ശക്തനെ തോൽപ്പിച്ചത് ചെറിയ മാർജിനാണെങ്കിൽ കഴിഞ്ഞ തവണ വലിയ മാർജിനിലെ വിജയം പുള്ളി നേടി, IB സതീഷ് നേടി. അതിന് കാരണം ഈ നാടാർ കൺസോളിഡേഷനാണ്. ബൈജു ജയിക്കുകയാണെങ്കിൽ ബൈജു ഒരു ജയൻ കില്ലറായിരിക്കും. അല്ല, കേരളത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായിട്ട് അത് മാറും. പക്ഷേ അതിനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട്. പിന്നെ ബൈജുവിൻ്റെ ഒരു പ്രത്യേകതയായി പറയുന്ന, ബൈജു ശക്തൻ്റെ ശിഷ്യനാണ്. അല്ല, ബൈജു വെറുതെ നിൽക്കുന്ന ആളല്ല, ശക്തൻ്റെ ശിഷ്യനാണ്. അവിടെ സീറ്റ് മോഹികൾ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, പ്രഗത്ഭരായ പലരും ഉണ്ടായിരുന്നു. പക്ഷേ ശക്തൻ്റെ ശിഷ്യൻ, ശക്തൻ DCC പ്രസിഡന്റും കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ
നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ ബൈജുവാണ് സ്ഥാനാർത്ഥി എന്ന അവിടെ ഒരു പൊതുധാരണ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈജുവിന് വർക്ക് ചെയ്യാനും ഒക്കെ പ്രവർത്തിക്കാനൊക്കെ സാധിച്ചു. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഒരു ഇടതുപക്ഷക്കാരനായ സുഹൃത്ത് തന്നെ ഞാൻ ബൈജുവിനെ കുറിച്ച് പറഞ്ഞപ്പം കോളേജ് വിദ്യാഭ്യാസ കാലത്ത് SFIക്കാരനായ എൻ്റെ സുഹൃത്തിനെ ബൈജു അസാമാന്യമായി രക്ഷിച്ചെടുത്തൊരു കഥ, അതായത് അക്രമി സംഘത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത കഥ പോലും പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ അപ്പോഴും ഈ IB സതീഷ് അവിടെ കൊണ്ടുവന്ന ഒരു വലിയ റോഡുകൾ, കാട്ടാക്കടയിലെ റോഡുകൾ നമ്മൾ എടുത്തു പറയുന്നത് എല്ലാ റോഡുകളും പെർഫെക്റ്റ് ആണ്. റോഡുകൾ കാട്ടാക്കടയും പാറശാലയുമാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ വളരെ അതെ അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു മോദി പ്രഭാവം ഉള്ള മണ്ഡലമാണ്. അതുകൊണ്ടാണ് മോദി വന്നപ്പം CPMൻ്റെ ഓഫീസിൻ്റെ മുകളിൽ വരെ ആളുകൾ കൈ കാണിച്ചത്. അപ്പോൾ ആ മോദി പ്രഭാവം, കൃഷ്ണദാസാണ് സ്ഥാനാർത്ഥി, മുരളീധരന് കിട്ടിയ വലിയ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ വരുമ്പോൾ ഇത് രാഷ്ട്രീയമായി ചിന്തിക്കുകയോ മതപരമായി ചിന്തിക്കുകയോ അതോ IBയുടെ വഴിക്ക് ചിന്തിക്കുകയോ എന്നുള്ളത് വ്യക്തിബന്ധങ്ങളിൽ നീക്കുക എന്നുള്ളത് ഏതായാലും അത്ഭുതം സൃഷ്ടിക്കും ഇക്കുറി. ആര് ജയിച്ചാലും കാട്ടാക്കട ആർക്കും ജയിക്കാം, ആര് ജയിച്ചാലും അതൊരു അത്ഭുതമായിരിക്കും.